എന്റെ കുഞ്ഞുമിടുക്കന്മാരെ, മിടുക്കിമാരെ, നിങ്ങൾ കേൾക്കുന്നത് FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ട് രസിക്കാം. ഞാനാണ് നിങ്ങളുടെ സ്വന്തം RJ ഫാത്തിമ TA 3B. ഇന്ന് ഡിസംബർ 1. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്നാണ് ലോക എയ്ഡ്സ് ദിനം. എയ്ഡ്സ് ബാധിതരോടുള്ള കരുതലും സഹാനുഭൂതിയും പങ്കിടാനും രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിനം ആണിത്. ഓരോരുത്തരും HIV-യെ കുറിച്ച് ശരിയായ അറിവുകളും മുൻകരുതൽ മാർഗങ്ങളും അറിയണം. വിവേചനം ഇല്ലാതെ എല്ലാവരോടും സ്നേഹവും പിന്തുണയും നൽകുക എന്നതാണ് ഈ ദിനത്തിന്റെ സന്ദേശം. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ് മുതൽ തന്നെ പഠിക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ടല്ലേ? നമുക്ക് നോക്കാം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആരാണെന്നറിയാമോ? നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രാധാകൃഷ്ണൻ സാറാണ്. സാർ പറയുന്നത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. നമസ്കാരം, ഞാൻ KG രാധാകൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഗവൺമെൻറ് ജനറൽ ആശുപത്രി, കാസർഗോഡ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നത് പോലെ തന്നെ ആരോഗ്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചൊല്ലുള്ളതുപോലെ മനുഷ്യൻ ജീവിതത്തിൻ്റെ ആദ്യ പകുതി സമ്പാദിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു. രണ്ടാം പകുതി ഈ പണം മുഴുവൻ അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ചെലവിടേണ്ടി വരുന്നു. അതാണ് പലപ്പോഴും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ആരോഗ്യ സംരക്ഷണം പലപ്പോഴും ജീവിതത്തിൻ്റെ രണ്ടാം ഭാഗത്തിലാണ് തുടങ്ങുന്നത്. നമ്മൾ സമ്പാദിക്കുന്ന പണം മുഴുവൻ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ചെലവിടേണ്ടി വരുന്നു. നമ്മുടെ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നു. പക്ഷേ ശരിയായ രീതി നമ്മുടെ ജനനം മുതൽ ആരോഗ്യശീലങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ അവസാനം വരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആരോഗ്യമില്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടും ഒരു കാര്യവുമില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യമെന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒരു സുസ്ഥിതി ആണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ആരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളായിരുന്നത് പട്ടിണിയും ദാരിദ്ര്യവും അതുമൂലമുണ്ടാകുന്ന രോഗപ്പകർച്ചകളുമായിരുന്നു. രോഗങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായരായി പിടഞ്ഞു വീഴുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ക്ഷയവും കുഷ്ഠവും വസൂരിയും വില്ലൻ ചുമയും ടെറ്റനസും ടൈഫോയിഡുമൊക്കെ മനുഷ്യജീവിതത്തെ കാർന്നു തിന്നുന്നൊരു കാലം, ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കുതിച്ചുചാട്ടത്തിൽ പല രോഗങ്ങളെയും നമുക്ക് പിടിച്ചു കിട്ടാനായി. പലതിനെയും ഭൂമിയിൽ നിന്ന് തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഉണ്ടായതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് വസൂരി നിർമ്മാർജ്ജനം. കൃത്യമായ രോഗപ്രതിരോധ വാക്സിൻ വിതരണത്തിലൂടെ വസൂരി എന്ന മഹാരോഗത്തെ ലോകത്തു നിന്ന് തന്നെ തുടച്ചു നിൽക്കാൻ നമുക്ക് സാധിച്ചു. വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും മികച്ച നേട്ടത്തിലൊന്നാണ് ഇത്. അതുപോലെ തന്നെയാണ് അംഗവൈകല്യവും മരണവുമെല്ലാം നമുക്ക് സമ്മാനിച്ചിരുന്ന ഭീകരമായ മാരകമായ പോളിയോ എന്ന മഹാരോഗത്തെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിച്ചു. തടഞ്ഞു നിർത്താൻ മാത്രമല്ല, ഇന്ന് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒഴികെയുള്ള മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾക്ക് ശരിയായ രീതിയിൽ രോഗപ്രതിരോധ വാക്സിൻ നൽകിയതിലൂടെ നിരവധി മഹാരോഗങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിച്ചു. അതിൽ ടൈഫോയിഡ്, ടെറ്റനസ്, പോളിയോ തുടങ്ങിയ രോഗങ്ങളും ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പേവിഷബാധയ്ക്കെതിരായുള്ള രോഗപ്രതിരോധ വാക്സിൻ വിതരണത്തിലൂടെ മഹാ ദുരന്തമായി മാറുന്ന പേവിഷബാധയെ പ്രതിരോധിക്കുവാൻ നമുക്ക് ഇന്ന് സാധിക്കുന്നു. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി അടക്കമുള്ള പല രോഗങ്ങളും നമുക്കിന്ന് പ്രതിരോധ വാക്സിൻ ലഭ്യമാണ്. എങ്കിലും പല രോഗങ്ങൾക്കും ഇന്നും പ്രതിരോധ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതുമുണ്ട്.
മറ്റ് പല ചികിത്സാ രീതികളുടെ വികസനത്തോടുകൂടി നമ്മുടെ ആയുർദൈർഘ്യം ഇന്ന് വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ നമുക്ക് 40-50 വയസ്സായിരുന്ന ആയുർദൈർഘ്യം ഇന്ന് 75 മുകളിൽ എത്തി നിൽക്കുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പഴയ ആളുകൾക്കൊക്കെ നല്ല ആരോഗ്യമായിരുന്നു, നല്ല പ്രായം ഉണ്ടാകും എന്നൊക്കെ. പക്ഷെ അത് തികച്ചും തെറ്റാണ്. നമ്മളൊന്ന് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻകാലങ്ങളിൽ ശരാശരി ആയുർദൈർഘ്യം 45-40 വയസ്സ് ഒക്കെയായിരുന്നു. വലിയ രാജാക്കന്മാർ പോലും ശരാശരി ആയുർദൈർഘ്യം 50-ന് മുകളിൽ ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇന്ന് 75-80 വയസ്സുള്ള ആളുകൾ ചുറുചുറുക്കോടുകൂടി മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ നേട്ടം തന്നെയാണ്. പക്ഷേ ഈ നേട്ടങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അപ്രതീക്ഷിതമായി പല വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ജീവിത രീതിയിലുണ്ടായ മാറ്റമാണ്. പട്ടിണിയും ദാരിദ്ര്യവുമൊക്കെ നമുക്ക് കുറഞ്ഞപ്പോൾ ആഡംബര ജീവിതത്തിലേക്കും സുഖസൗകര്യങ്ങളിലേക്കും നമ്മൾ മുന്നേറി. അങ്ങനെ മുന്നേറിയപ്പോൾ സൗകര്യപൂർവ്വം മറ്റു പലതും നമ്മൾ മറന്നുപോയി. അതിലൊന്നാണ് നമ്മുടെ പരിസര ശുചിത്വത്തിൻ്റെ കാര്യം. പല പകർച്ചവ്യാധികളുടെയും ഉറവിടമായി മാറുന്നത് ഈ പരിസര മലിനീകരണമാണ്. നമ്മുടെ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന അമീബിക് മെനിഞ്ചൈറ്റിസ് ഉൾപ്പെടെയുള്ള മഹാരോഗങ്ങൾക്ക് പലതും കാരണമാകുന്നത് പരിസര മലിനീകരണമാണ്. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും അതുപോലെ മറ്റു പല രോഗങ്ങൾക്കും കാരണമായി മലേറിയ, മന്ത്, ഇതെല്ലാത്തിനും കാരണമായി മാറുന്നത് നമ്മുടെ പരിസര മലിനീകരണത്തിൻ്റെ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരിടുന്ന, പ്രത്യേകിച്ച് കാസർഗോഡ് ഭാഗത്ത് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുകയാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്നറിയപ്പെടുന്ന മഞ്ഞപ്പിത്തം. നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഈ രോഗം ജനങ്ങളുടെ ഒരു നിസ്സംഗതാ മനോഭാവം മൂലം പലപ്പോഴും പിടിച്ചു നിർത്താൻ കഴിയാതെ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിലൂടെയും കൈ വൃത്തിയായി കഴുകുന്നതിലൂടെയും ശരിയായ ആരോഗ്യശീലങ്ങൾ പാലിക്കുന്നതിലൂടെയും മഞ്ഞപ്പിത്തത്തെ നമുക്ക് നിസ്സാരമായി തടഞ്ഞു നിർത്താൻ സാധിക്കും. അതിന് കുട്ടികളായ നിങ്ങൾ പ്രധാനമായി മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ പടർന്നു പിടിക്കാതിരിക്കാൻ നിങ്ങളുടെ സഹകരണം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ ആരോഗ്യ രംഗം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന രോഗങ്ങൾക്ക് ഫലപ്രദമായ മരുന്ന് ആയിരുന്ന ആൻറ്റിബയോട്ടിക് മരുന്നുകൾക്കെതിരായിട്ട് നമ്മളിന്ന് പ്രതിരോധ തീർക്കുന്ന ഒരു കാലം ആയിരിക്കുകയാണ്. അതിനുള്ള കാരണം അമിതമായ അളവിൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നതിലൂടെ, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ശരിയായ അളവിലല്ലാതെ ആൻറ്റിബയോട്ടിക് മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ ഈ രോഗകാരികൾ മരുന്നിനെതിരെ പ്രതിരോധം നേടുകയാണ്. അത് നമ്മുടെ ചികിത്സാ സമ്പ്രദായത്തെ വലിയ വെല്ലുവിളി ആയി മാറിയിരിക്കുന്നു. മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, പടർന്നു പിടിക്കുന്ന രോഗമല്ലെങ്കിൽ പോലും ആളുകളിൽ വളരെയേറെ കണ്ടുവരുന്ന രോഗമാണ് ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ തുടങ്ങിയ ഡയബറ്റിക്സ്, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ. ഇതെല്ലാം ഉണ്ടാകുന്ന നമ്മുടെ ജീവിതശൈലിയുടെ പ്രത്യേകത മൂലമാണ്. ആഡംബര ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ വ്യായാമമില്ലാതെ അമിതമായ ആഹാരക്രമത്തിലൂടെ നമുക്ക് ഈ രോഗങ്ങൾ വളരെ വേഗം എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ ശരിയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണ രീതിയും ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ശീലിക്കണം. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഉപേക്ഷിച്ചേ മതിയാവൂ. ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് അമിതമായ അളവിലായി കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ചെറുപ്പത്തിൽ തന്നെ, കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മാറാരോഗികളായി മാറുന്നു. മറ്റു പല പകർച്ചവ്യാധികളെയും മരുന്നുകൊണ്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമെങ്കിലും ഈ ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ഫലപ്രദമായ മരുന്ന് കൊണ്ട് പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അങ്ങനെ എനിക്ക് പറയാനുള്ള കാര്യം, കുട്ടികളായ നിങ്ങൾ തന്നെ നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ ശരിയായ രീതിയിലൊരു ആരോഗ്യബോധം പാലിക്കാൻ ശ്രമിക്കണം. പരിസര ശുചിത്വം പാലിക്കാൻ നമ്മൾ ശീലിക്കണം. നമ്മുടെ വീടിനും പരിസരത്തും സ്ഥാപനത്തിൻ്റെ പരിസരത്തും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ ഉപയോഗിക്കാവൂ. വാഷ്റൂം ഉപയോഗിക്കുമ്പോഴും ശേഷവും കൈ വൃത്തിയായിട്ട് കഴുകണം. ആഹാരം കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈ വൃത്തിയായിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. ആരോഗ്യപരമായ ഭക്ഷണശീലവും അതോടൊപ്പം വളർത്തിയെടുക്കണം. അതോടൊപ്പം തന്നെ വേണ്ടതാണ് ശരിയായ വ്യായാമക്രമം ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നത്. അതുമാത്രമല്ല, നമ്മൾ മാത്രം മാറുന്നതിലൂടെ നമ്മുടെ വീട്ടുകാരെ കൂടി മാറ്റാൻ കുട്ടികളായ നിങ്ങൾക്ക് കഴിയും. ഭാരതത്തിൻ്റെ ഭാവി പൗരന്മാരായി മാറുന്ന നിങ്ങൾക്ക് ശരിയായ ആരോഗ്യ ജീവിതം സൃഷ്ടിക്കുവാൻ കൂടി കഴിയണം. മാത്രമല്ല, നിങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഈ മാറ്റം നിങ്ങളുടെ വീടുകളിലൂടെ നിങ്ങളുടെ സമൂഹത്തിലേക്ക് മാറ്റാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ആരോഗ്യത്തെക്കുറിച്ച് ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞു തന്ന രാധാകൃഷ്ണൻ സാറിനെ നമ്മൾ മെഡോണ സ്കൂളിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്കറിയോ, ദിവസവും 10 മിനിറ്റുള്ള നടത്തം, ചാട്ടം, കളി ഇതൊക്കെ നിങ്ങളുടെ ശരീരത്തെ സുഖവും ശക്തവും ആക്കും. അതുകൊണ്ട് TV, മൊബൈൽ, ഗെയിം എന്നിവയിൽ നിന്ന് പുറത്തേക്ക് കളിയിലേക്ക് വരൂ. ആരോഗ്യം സൂപ്പറാക്കൂ, ചിരി കൂട്ടൂ, സന്തോഷം നിറയ്ക്കൂ. നാളെ വീണ്ടും കാണാം പുതിയ പുതിയ ആരോഗ്യ കാര്യങ്ങളുമായി. This is signing off RJ ഫാത്തിമ TA, 3rd B. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ട് രസിക്കാം.